Hi, another weekend, another badminton day. കുറച്ച് നാളായി ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ട്. ഐ തിങ്ക് ലാസ്റ്റ് 2 weeks ഞങ്ങൾ പോയില്ല. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ മുടി കൂടെ കെട്ടി ശരിയല്ല, ഈ സൈസ് പൊങ്ങിപ്പോയി. പക്ഷേ നെവർ മൈൻഡ്, എന്തുവായാലും ഒരു പരിപാലന. ഇപ്പോൾ പോയിട്ട് വരാം. ഇല്ല, വണ്ടി പോകാൻ പോകാതെ ഫോൺ പിടി. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് കളിക്കാൻ നോക്കി, പക്ഷെ വൈശാഖ് ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എഫേർട്സിന്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ അടിച്ചു സെർവ് ചെയ്യാൻ പഠിക്കാം. മാത്രം എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എഫേർട്സിന്. റൈറ്റ് ഹാൻഡ് കൊണ്ട് അവള് സ്പീഡ് പേടിയുണ്ടോ? ജീവന് പേടിയില്ല. കൺസീലറും കുറച്ച് കാജലും ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടൗണിൽ പോയാലും ദിസ് ഇസ് മൈ ഫിറ്റ്. അപ്പം വെറുതെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. നല്ല കാറ്റുണ്ട്. പശു ആക്ച്വലി ഇവിടെ കണ്ടല്ലോ, നല്ല വിയർപ്പുണ്ട്. ആ ബാഡ്മിൻ്റൻ്റെ ഈ ഏരിയയിൽ മുടി കണ്ടോ? എല്ലാവരും ജുഗാഡ്, തട്ടിക്കൂട്ട് ഫുൾ. ഇവിടുത്തെ പൂക്കൾ നല്ല കളക്ഷനാണ്. ഓക്കെ, ഈ റോസപ്പ് നോക്കിയേ. ഇതൊക്കെ നോക്കി, ഓരോ പൂവും ബണ്ടിലും കണ്ട 35 പൗണ്ട്. നല്ല വെയിലുണ്ട്, ബ്യൂട്ടിഫുൾ വെയിൽ. ഇംഗ്ലണ്ട്, നോർവേ, രാത്രി അർജന്റീന, സ്വിറ്റ്സർലൻഡ്. ഞാൻ MNSൽ പോയപ്പോഴത്തേക്ക് ഈ റെഡ് ഡയമണ്ട് സ്ട്രോബെറി ആൻഡ് ക്രീം സാൻഡ്വിച്ച് മേടിച്ചായിരുന്നു. ഇത് എനിക്ക് എന്താ ഹൈപ്പ് എന്നറിയത്തില്ല, പക്ഷേ ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ വൈറലായിരുന്നു ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ലൈക്ക് വാസ് ബേസിക് മാൻ, ലൈക്ക് നോർമൽ ക്രീം ആൻഡ് സ്ട്രോബെറി അകത്ത് വെച്ചുണ്ടാക്കിയ സാൻഡ്വിച്ച്. ക്രീം വാസ് ഗ്രേറ്റ്, പക്ഷെ അങ്ങനെ ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. മേ ബി ലൈക്ക് ഐ ക്യാൻ ട്രൈ ഇറ്റ് അഗൈൻ വെൻ ഐ വോണ്ട് എ സ്വീറ്റ് ട്രീറ്റ്. പക്ഷേ എന്നാൽ അത്ര സ്വീറ്റും അല്ല, അത്രേ പറയാനുള്ളൂ. ഈ ഡ്രസ്സ് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതെടുത്തിട്ടിട്ട് ടെസ്കോയിൽ പോവാം, ഭയങ്കര വെയിൽ. സൺഡേ എനിക്ക് പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ യൂഷ്വൽ മീൽ പ്രെപ്പ് പരിപാടി ഞാൻ സാറ്റർഡേയിലോട്ട് മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് പോയി സാധനം മേടിച്ച് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഡിന്നറും പ്രെപ്പ് ചെയ്യണം, പിന്നെ ഈ അടുത്ത വീക്കിലേക്കുള്ള ബേസിക് മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. Here you go. So looks pretty, right? It's a lovely color combination, I guess. Yeah, so നമുക്കത് അടച്ചു വെക്കാം. കുറച്ച് ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ടുണ്ട്, കുളിക്കണം എനിക്ക്. ഇനി ഇതുവരെ കുളിച്ചിട്ടില്ലല്ലോ. So that is also there. ഞാൻ ഒന്ന് ടൗണിൽ പോവുക, അർജിത വരും. അപ്പം ചുമ്മാ പ്ലാനൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഷർട്ട് ഡ്രസ്സ് ഇട്ടു, കുറച്ച് ബ്ലഷും ഇട്ടു. ഞങ്ങളുടെ കാച്ചപ്പ് വാസ് ലോങ് ഡ്യൂ, സോ വി തോട്ട് വിൽ ഡു എ ലഞ്ച് ഡേറ്റ് ദിസ് ടൈം. അങ്ങനെ ആദ്യം യൂഷ്വൽ കഫേ ആൻഡ് മാച്ച പ്ലാൻസ് ആൻഡ് ദെൻ വി വെൻ ടു ഇറ്റ്സു. ഇവിടെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ലൈക്ക് യൂഷ്വൽ റെസ്റ്റോറൻറ്റ് പോലെ അവർക്കൊരു ലൈവ് കിച്ചൺ ഒന്നുമില്ല, ഒരു കൗണ്ടർ സർവീസ് പോലെ. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഐ തിങ്ക് അവർ ഹീറ്റ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്.
ഈവൻ നമുക്ക് അവരുടെ ഫുഡ് ഓപ്ഷൻസ് ഈവൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. ഞാൻ അത്ര വലിയൊരു ജാപ്പനീസ് ഫുഡ് ഫാനല്ല, പ്രോബ്ലി ബിക്കോസ് ഐ നെവർ ഹാഡ് ദ റൈറ്റ് ജാപ്പനീസ് ഫുഡ്. എനിക്ക് സൂഷി ഒന്നും അത്ര ഇഷ്ടമല്ല. ഈവൻ ബാവബൺ, നത്തിങ്, ഐ ഡോണ്ട് നോ ഇഫ് ബാവബൺ ഇസ് ജാപ്പനീസ്. സോ I ended up ordering a Thai chicken and rice. I love Thai food. And then we went to park. അവിടെ എന്തോ ഫ്രഞ്ച് എന്തോ ഒരു റിലേറ്റഡ് ഒരു ഇവൻറ്റ് നടക്കുന്ന. The crowd was lovely. So we sat there for a while. പൊയ്ക്കൊണ്ടിരിക്കുക. ഭയങ്കര ചൂടായിരുന്നു ബസ്സിൽ. വിയർത്ത് ഞാൻ ഒലിച്ചു. എൻ്റെ ഉടുപ്പൊക്കെ ബാക്കിൽ ഒട്ടിയിരിക്കുക. ഭയങ്കര ചൂടാ. ഇതൊന്നും നാട്ടിലേക്കാളും ചൂടിപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു. സൗത്തിലൊക്കെ ചൂടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിയർക്കത്തില്ലല്ലോ. ഇവിടെ ഇങ്ങനെ വിയർത്ത് ഒലിക്കും. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടി മസാലകളൊക്കെ ഒരുവിധം കഴിഞ്ഞു. കാരണം ഡിസംബറിൽ പോയത്. അപ്പോൾ ഏകദേശം 6 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോക്കൊക്കെ തീരാറായി. അപ്പം നാട്ടിൽ നിന്ന് കാർഗോ വിടുന്ന ഓപ്ഷൻ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കേരള ടേസ്റ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റും അവരുടെ ബ്രാൻഡിനെ കുറിച്ചും അറിയുന്നത്. അപ്പോൾ നിങ്ങൾ UK ഒരാളാണെങ്കിൽ ദേ ഹാവ് റിയലി ഗുഡ് ഓഫേഴ്സ്. നാട്ടിലുള്ള എല്ലാ സാധനവും, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഗ്രോസറി ഐറ്റംസും അവിടെ കിട്ടും. അപ്പം ഇനി പുട്ടുപൊടി അല്ലെങ്കിൽ മസാലകൾ, ഇടിയപ്പം, ഈസി പാലപ്പം മിക്സ് അല്ലെങ്കിൽ അരിയാവട്ടെ, ഈ വക സാധനമൊന്നും നാട്ടിൽ നിന്ന് ഈ ലഗേജ് കൊണ്ടുവരേണ്ട കാര്യമില്ല. ആക്ച്വലി ഒരു മോഡറേറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ദ നെക്സ്റ്റ് ഡേ ഓർ ദ വെരി നെക്സ്റ്റ് ഡേ അവർ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യും. സോ സൂപ്പർ കൺവീനിയൻറ്റ് ഓപ്ഷൻ. ആൻഡ് 50 pounds മേലെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജും ഇല്ല. സോ ദിസ് ഇസ് ലൈക്ക് എ ഗുഡ് ഡീൽ. നമ്മളൊന്ന് IKEA പോവുകയാണ്. IKEA ഇപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ആക്ടിവിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് ദ മന്ത് നമ്മളതിന് IKEA പോകും. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ വിചാരിക്കും എന്നാൽ ഒരു വീക്കെൻഡ് അവിടെ പോകാം, അതാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാമല്ലോ. സോ ഓൾ ഇൻ ഓൾ നമുക്കൊരു വീക്കെൻഡിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊരു ഫീലിംഗ് വരും. സോ ഇത് വീണ്ടും ഒരു IKEA പോക്കാണ്. ഈ വട്ടം നമ്മൾ മിററാണ് നമ്മുടെ അജണ്ട. കാരണം നമ്മുടെ റൂം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റീഓർഗനൈസ് ചെയ്തു. ബേസിക്കലി കട്ടിൽ കിടന്ന പൊസിഷനിൽ നമ്മളൊന്ന് മാറ്റിയിട്ടു. അപ്പം വി ഫീൽ ലൈക്ക് ഇപ്പോൾ ആ സൈഡിലൊരു കോർണറിലൊരു മിറർ വെച്ച് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഓൾസോ ഐ ക്യാൻ ഗെറ്റ് റെഡി ദെയർ. പക്ഷേ IKEA വരുന്നതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് അവിടുത്തെ ബ്ലൂബെറി ചീസ് കേക്ക് കഴിക്കുക എന്നുള്ള. ഐ ലവ് ഇറ്റ്. പിന്നെ യൂഷ്വൽ അവിടുത്തെ മീറ്റ് ബോൾസ്, വൈശാഖനാണെങ്കിൽ സാൽമൺ ഫിലെ ഒക്കെ ആയിട്ട് നമുക്കവിടെ ഒരു യൂഷ്വൽ ഓർഡർ ഉണ്ട്. വയർ നിറയെ കഴിക്കുക, ഫുൾ സാപ്പാട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നമ്മുടെ നടത്താം. നോക്കുമ്പോഴാ വർഷം നോക്കാൻ കഴിവില്ല. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പോയേക്കാമായിരുന്ന എൻ്റെ ഒരു ചൗരി പായസത്തിൻ്റെ കഥ പറഞ്ഞ് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നെക്സ്റ്റ് ഡേ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവർ ഇന്ത്യൻസ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പവും സ്റ്റൂവും പിന്നെ ഈ ബദാം മിൽക്ക് കേസർ ഫ്ലേവറിലുള്ളൊരു ചൗരി അഥവാ സാബുദാന പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രസൻറ്റേഷൻ എങ്ങനെ ഇരിക്കണം, എൻ്റെ ഇമാജിനേഷനിൽ ടേസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ 1-2 വീഡിയോസൊക്കെ കണ്ടു. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു, ഒരു ഇൻവെൻഷൻ ആയിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് ഈ ചൗരി ഇതിന് മുന്നേ കുക്ക് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എന്നോട് അമ്മ പറഞ്ഞു ഇതിങ്ങനെ റോസ്റ്റായി പൊട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേവുമെന്ന്. പക്ഷേ ഈ പെട്ടെന്ന് വേവും എന്ന് പറഞ്ഞപ്പോൾ ഇത് വെള്ളത്തിലിട്ടാലേ ഇത് പെട്ടെന്ന് വേവും എന്നുള്ള ബുദ്ധി എനിക്ക് പോയില്ല. ഞാൻ എന്തോ ചെയ്തു, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിനകത്തിട്ട് വഴിച്ചിട്ട് ഞാൻ നേരെ അങ്ങ് പാലിലോട്ട് ഒഴിച്ചു. പാല് ജസ്റ്റ് തിളച്ച് വന്നപ്പോൾ ഞാനകത്ത് കേസർ പാലും ഒഴിച്ചു. അതിനകത്ത് പിന്നെ കാഷ്യൂനട്ട്സും ബദാമും സോക്ക് ചെയ്ത് വെച്ച പേസ്റ്റും ഒഴിച്ചു. കുറേ നേരം വേവിച്ചിട്ട് ഇത് മൊത്തം നല്ല കുറുകി. നോക്കുമ്പോൾ ചൗരി മാത്രം വേവുന്നില്ല, ചൗരിയുടെ ഉള്ളിൽ കട്ടിയായിട്ട് തന്നെ ഇരിക്കുക. ഓൾമോസ്റ്റ് 1 മണിക്കൂറൊക്കെ ആയി. അപ്പം ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചപ്പം അമ്മ പറയാം അതങ്ങനെയല്ല വെള്ളത്തിലായിരുന്നു. പിന്നെ ഒരുമാതിരി ഡാമേജ് കൺട്രോൾ പോലെ ആയിരുന്നു. ഇത് മൊത്തം വാരി ഒരുവിധം ഇത് കോരി ആ പാല് കയറാതെ തന്നെ ഞാൻ കുക്കറിൽ വെള്ളത്തിൽ വെച്ച് അത് വേവിക്കുന്നു. അത് കഴിഞ്ഞ് വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അത് വേവിക്കുന്നു, എന്നിട്ട് തിരിച്ചു വെക്കുന്നു. അവസാനം സാധനം ശരിയായി. പക്ഷേ ഞാൻ ഒരു 1.5 ലിറ്റർ പാലൊഴിച്ചായിരുന്നു ആദ്യത്തെ സംബോധന. കാരണം കുറുകി പോവുക, ലൂസാവുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐ പേഴ്സണലി ലവ്ഡ് ഇറ്റ്. ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനി എന്തെങ്കിലും സക്സസ്ഫുള്ളി ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പായിട്ടും ഞാനത് നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ബട്ട് ടേൺഡ് ഔട്ട് റിയലി വെൽ ആൻഡ് വി ഹാഡ് എ ഗുഡ് ടൈം ടു. പക്ഷേ മൊത്തത്തിലൊരു കുലുമാൽ സിറ്റുവേഷൻ ആയിരുന്നു. So yeah, that's all for this vlog. Hope you all enjoyed watching it.
നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോമാറ്റ് ഓഫ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ടെൽ മീ. അപ്പം ഇതിൻ്റെ പല വീക്കെൻഡ്സിൻ്റെ ഒരു കമ്പൈലേഷൻ പോലായിരുന്നു. If you enjoyed, do like, and if you're new to my channel, don't forget to subscribe. See you in the next video. Bye.